കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേകളുടെ പൊടിപൂരമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ വിവിധ ഏജൻസികളെ കൂട്ടുപിടിച്ചും ഒറ്റയ്ക്കുമൊക്കെ സർവേകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. ദ ജേണോ 3 ഘട്ടങ്ങളിലായി ടീം PSR എന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ കൂട്ടായ്മ നടത്തിയ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവരുടെ അന്തിമ സർവേ ഫലം, അതായത് ഏറ്റവും അവസാന ആഴ്ചയിലെ പ്രചരണ ട്രെൻഡിന് അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടുത്തിയുള്ളത് പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഏറ്റവും വിശ്വാസ്യതയോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്ന ഒരു ഏജൻസിയുടെ പ്രീപോൾ ഡാറ്റ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ സാധാരണഗതിയിൽ പ്രീപോൾ സർവേകൾ ഒരു സംസ്ഥാനത്തും ഒരു ദേശീയ തിരഞ്ഞെടുപ്പിലും നടത്താറില്ല. എക്സിറ്റ് പോളുകൾ മാത്രം നടത്തുന്നവരാണ്. എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറെക്കുറെ ആധികാരികമായി ആ ഫലങ്ങൾ പുറത്തുവിടുന്ന ഏജൻസി എന്ന പേരുള്ളവരുമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അനുകൂലമായൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ പല ഘട്ടങ്ങളിലും വിമർശനങ്ങൾ നേരിട്ടുള്ളവരാണെങ്കിലും അവരുടെ ഡാറ്റകൾ പലപ്പോഴും കറക്റ്റായിരുന്നു. അവർ കേരളത്തിൻ്റെ പ്രീപോൾ ട്രെൻഡ് എന്താണ് എന്നുള്ളത് പഠിച്ച് സ്വാഭാവികമായി BJP അടക്കമുള്ള ദേശീയ പാർട്ടികൾക്ക് ആ സർവേ ഫലങ്ങൾ അവർ കൈമാറിയിട്ടുണ്ടാകണം എന്നാണ് കരുതുന്നത്. എന്തായാലും അവരുടെ പ്രീപോൾ ഡാറ്റ പ്രകാരം കേരളത്തിൽ UDFന് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. അതായത് 70 മുതൽ 74 വരെ സീറ്റ് UDF നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 72 എന്ന ശരാശരി, അതായത് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടപ്പുറത്ത്. LDF 64 മുതൽ 68 വരെ എന്ന് പറഞ്ഞാൽ 66 എന്ന ശരാശരിയിൽ നിൽക്കും എന്നത്. BJP 1 മുതൽ 3 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നും. ഇപ്പോൾ BJPയോട് അനുഭാവം പുലർത്തുന്നവരാണെങ്കിലും അങ്ങനെ BJPക്ക് ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ 8ഉം 10ഉം ഒന്നും കൊടുക്കുന്നില്ല. 1 മുതൽ 3 വരെ. അത് നമ്മൾ ചിന്തിച്ചാൽ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അതൊരു അപ്രായോഗികമായിട്ടുള്ള ഒരു നമ്പറാണ് എന്നുള്ളത് പറയാനുമാകില്ല. കാരണം BJP 3 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയൊക്കെ കേരളത്തിലുണ്ട്. അതിനകത്ത് LDFൻ്റെയും UDFൻ്റെയും വോട്ടിംഗ് പാറ്റേണുകൾ ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ആ ഡാറ്റ 3 വരെ എത്തുമോ അതോ 1-ൽ നിൽക്കുമോ എന്നൊക്കെ ഉള്ളൂ. എന്തായാലും ഒരു സീറ്റെങ്കിലും BJP കേരളത്തിൽ ഇത്തവണ നേടും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമില്ല. അപ്പോൾ ഈ ദേശീയ തലത്തിൽ വിശ്വാസ്യതയുള്ള, ദേശീയ തലത്തിൽ ഏറെ എക്സിറ്റ് പോളുകൾ നടത്തി രാജ്യത്ത് വലിയ രീതിയിൽ അംഗീകാരം നേടിയിട്ടുള്ള ആ ഏജൻസിയുടെ പ്രീപോൾ ഡാറ്റ പ്രകാരം അവരങ്ങനെ അവരുടെ എക്സിറ്റ് പോളിനെ സഹായിക്കുന്ന തരത്തിൽ പ്രീപോൾ ഡാറ്റകളുടെയും സമാഹരണം എല്ലാ സംസ്ഥാനത്തും നടത്താറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലും അവരത് ചെയ്യുന്നുണ്ട്. കാരണം 29-ാം തീയതി അവസാനഘട്ട പോളിംഗ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു പ്രീപോൾ അനാലിസിസ് അവർ നടത്തുന്നുണ്ട്. ആ അനാലിസിസുകൾ പല ദേശീയ പാർട്ടികൾക്കും അവർ കൈമാറാറുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ അവർ കൈമാറിയ ഡാറ്റ പ്രകാരം കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ ഒരു തരംഗത്തിൻ്റെ സ്വഭാവമുള്ളതല്ല എന്നുള്ളതാണ് ആ ഡാറ്റ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ VD സതീശനൊക്കെ അവകാശപ്പെടുന്നത് പോലെ ഒരു തരംഗം, UDF തരംഗം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ നമ്മളുടെയും വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരു തരംഗം രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇവർ മാറണം എന്നുള്ള മനോഭാവമൊന്നും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ 10 വർഷമായില്ലേ, ഒരു മാറ്റം ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. അപ്പോൾ അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ഈ സിറ്റിംഗ് MLAമാരുടെ പ്രകടനം, LDF നടപ്പിലാക്കിയ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അവരുടെ പ്രചരണത്തിൻ്റെ വിജയം, ഈ സർക്കാർ ഒരു മോശം സർക്കാരാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ UDFന് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രായോഗികത, ഇത്രയും ഘടകങ്ങളാണ് ഇവിടെ സ്വാഭാവികമായും എണ്ണപ്പെടുന്നത്. അതോടൊപ്പം BJPയെ ചെറുക്കാൻ പലപ്പോഴും കേരളം കാട്ടിയിട്ടുള്ളൊരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയും ഏതു ഘട്ടം വരെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള കാര്യവും ഇവിടെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസി അവരുടെ പ്രീപോൾ അനാലിസിസിൽ ബോധ്യപ്പെട്ട കാര്യം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ, അതായത് 70 മുതൽ 74 വരെ സീറ്റ് UDFന്, 64 മുതൽ 68 വരെ LDFന്, 1 മുതൽ 3 വരെ NDAക്ക് എന്ന നിലയിൽ ഒരു ഡാറ്റ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഡാറ്റയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ ടീം PSRൻ്റെ സർവേ റിപ്പോർട്ടുകൾ 3 ഘട്ടങ്ങളിലായി പുറത്തുവിട്ടപ്പോൾ ആദ്യ 2 ഘട്ടത്തിലും മുന്നിൽ നിന്ന് UDF 3-ാം ഘട്ടത്തിലെത്തിയപ്പോൾ, അതായത് കഴിഞ്ഞ ഒരാഴ്ച LDFൻ്റെ പ്രചരണത്തിൽ ഒരല്പം പിന്നോട്ട് പോയി എന്നുള്ള വാസ്തവം നമ്മൾ കണ്ടു. LDF ലീഡ് തിരിച്ചു പിടിക്കുന്ന സ്ഥിതിവിശേഷം കണ്ടു. പിന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അവരുടെ ഡാറ്റ
നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഒരു ശക്തമായ ഫൈറ്റ്, പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗമായി മാറിയിട്ടില്ല എന്നുള്ളത് ഈ പോളിംഗിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലും നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൽ കോട്ടയം മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിലും അത്തരത്തിലൊരു തരംഗം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൻ്റെ ഈ കടുത്ത ഫൈറ്റ് നടക്കുന്ന ഇടങ്ങളിലെ ഫലങ്ങൾ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ചിത്രത്തെ സ്വാധീനിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഡാറ്റയിൽ നൽകുന്ന സൂചന. ബാക്കിയുള്ള ചാനലുകളുടെയൊക്കെ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകളും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം തെക്കൻ കേരളത്തിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നു. കേരളം UDF തൂത്തുവാരുമെന്ന് പറയുന്ന VD സതീശൻ പോലും ആലപ്പുഴ ജില്ലയിൽ അസസ് ചെയ്തിട്ട് പിന്നീട് പറയാം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് അത്രത്തോളം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു മുന്നണിയുടെ മികവ് അതുമാത്രം ഇവിടെ ഒരു പ്രത്യേകതയായി വരുന്ന സാഹചര്യം ഇല്ല എന്ന് ചുരുക്കം. പ്രകടന പത്രികകൾ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്ന പൊതുധാരണയ്ക്ക് മാറ്റം വരുത്തിയ സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. കേരളത്തിൽ 2 പിണറായി വിജയൻ സർക്കാരും ഇലക്ഷൻ സമയത്ത് LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ എത്രമാത്രം നടപ്പിലാക്കി എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ജനങ്ങളുടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതാണ് എന്ന നിലപാടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രധാന മുദ്രാവാക്യമായി വയ്ക്കുന്നത്. കോൺഗ്രസ് നേരത്തെയൊക്കെ കേരളത്തിൽ ആ പ്രകടന പത്രികയെ പാടെ മറന്ന് മറ്റുള്ള ക്ഷേമവികസന പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകാറുണ്ടെങ്കിലും കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ ജനങ്ങളോട് പറഞ്ഞത് ചെയ്തു കാണിച്ച ആ അനുഭവ സമ്പത്തുമായാണ് കേരളത്തിൽ ഇക്കുറി UDF അവരുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് കർണാടകയെയും തെലങ്കാനയെയും സാക്ഷിയാക്കി അവർ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ പ്രകടന പത്രികയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. BJPയും പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തായാലും അധികാരത്തിലേക്ക് എത്താനുള്ള വിദൂര സാധ്യത പോലും ഇല്ല എന്നുള്ളത് കൊണ്ട് BJPയുടെ പ്രകടന പത്രിക നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കേരളത്തിൽ BJP അധികാരത്തിലെത്തില്ല എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രകടന പത്രികയ്ക്ക് പുറമെ നിയമത്തിന് വേണ്ടി മാത്രമായി രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. നിയമത്ത് അദ്ദേഹം ജയിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നിയമത്തിന് മാത്രമായ ഒരു പ്രകടന പത്രിക. അങ്ങനെ BJP ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികൾ പുറത്തിറക്കുന്ന പ്രകടന പത്രിക അത് മാത്രമാണ് എന്തെങ്കിലും ചർച്ചയ്ക്ക് പോലും പ്രസക്തിയുള്ളത് എന്നിരിക്കെ നമ്മൾ സംസ്ഥാന തലത്തിൽ മുന്നണികൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ UDFൻ്റെയും LDFൻ്റെയും പ്രകടന പത്രികകൾ പരിശോധിക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ ആർക്കാകും കഴിയുക എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. LDFും UDFും ഒരു കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറയുന്നത് ഒരേ വാഗ്ദാനമാണ്.